നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വവൽസ് ഇല്ലേ, ഇംഗ്ലീഷിലെ വവൽസ് ഏതൊക്കെയാ? എ ഇ ഐ ഒ യു അല്ലേ? എ ഇ ഐ ഒ യു. ഈ വവൽസിന്റെ പ്രത്യേകത എന്താ? ഇതെല്ലാം ഓരോരോ സ്വരങ്ങൾ ഉണ്ടാക്കും അല്ലേ? ഇംഗ്ലീഷില് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഈ വവൽസ് ആണ്. ആദ്യം ഇംഗ്ലീഷിലെ വവൽസ്, പിന്നെ മലയാളത്തിലെ വവൽസ്, പിന്നെ ഹിന്ദിയിലെ വവൽസ്. ഇത് മൂന്നും നമുക്ക് പഠിച്ചു പോകാം. ഇംഗ്ലീഷിലെ ആദ്യത്തെ വവലാണ് ഏത്? എ അല്ലേ? എ എഴുതി കഴിഞ്ഞാൽ എക്ക് 3 സൗണ്ടുകളുണ്ട്. ഒന്നാമത്തത് ആ. ഏന്ന് എഴുതി കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് സൗണ്ടിൽ പറയാം. ഒന്ന് ആ, രണ്ടാമത്തത് ആ, മൂന്നാമത്തെ സൗണ്ടാണ് എ. ഇങ്ങനെ 3 സൗണ്ടുകൾ എ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാ? ആ, ആ, എ. മലയാളത്തിലെ വോവൽസ് ഏതൊക്കെയായിരുന്നു? എത്ര എണ്ണം? ആയും ആയും. നമ്മൾ എന്തെങ്കിലും എഴുതണമെങ്കിൽ ആയിക്ക് പ്രത്യേക ചിഹ്നം ഇടണ്ട. ആയാകുമ്പോ നമ്മൾ ഏതക്ഷരമാണോ എഴുതുന്നത് ആ അക്ഷരം കഴിഞ്ഞിട്ട് ദീർഘം ഇടുക. ഇപ്പൊ കായാണെങ്കിൽ കാന്ന് കാണിക്കണം, ആന്ന് കാണിക്കണമെങ്കിൽ കാന്ന് കാണിക്കണമെങ്കിൽ കായിന്റെ അപ്പുറത്ത് ദീർഘം ഇടുക. സായാണെങ്കിൽ സായിന്റെ അപ്പുറത്ത് ദീർഘം ഇടുക. ഓക്കെ. ഹിന്ദിയിലോ? ഹിന്ദിയില് ഇത് ആ, രണ്ടാമത്തെ അക്ഷരം വവ്വാലാണ് ആ. ആയ്ക്ക് പ്രത്യേക ചിഹ്നം ഇല്ല. ആന്നിടുമ്പോ ആ കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു വര ഇടണം അല്ലേ? ഹിന്ദിയിൽ എഴുതുമ്പോ ആ കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു വര ഇടണം. കായാകുമ്പോ കായിന്റെ അപ്പുറത്ത് വരയിട്ട എന്തായി? കാന്നാവും. രായാണ് രായിന്റെ അപ്പുറത്ത് വരയിട്ട എന്തായി? രാന്നാവും. ആന്ന് കാണിക്കണമെങ്കിൽ അപ്പുറത്ത് ഒരു വരയിട്ടാൽ മതി. നമുക്ക് ആദ്യം ഇംഗ്ലീഷിലെ ഫസ്റ്റ് വവൽ നോക്കാം. ഏതായിരുന്നു ഫസ്റ്റ് വവൽ? ഏതാ ഫസ്റ്റ് വവല്? എ. എ ട്ടോ. എന്റെ സൗണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ആ, ആ, എ. ആയും ആയും എയും. നോക്ക്, ഫസ്റ്റ് സൗണ്ട് ഏതാ? ആ. ആ സൗണ്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ഇംഗ്ലീഷിൽ എക്ക് ആ എന്ന സൗണ്ട് വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ഇത് നോക്കി, ഇതെന്താ വായിക്കുന്നത്? ANOTHER. ANO. ആ. എന്റെ സൗണ്ട് എന്താ അവിടെ? ആ സൗണ്ട്. അനദർ. ANOTHER. അനദർ. അനദർ. അനദർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മറ്റൊന്ന്, വേറൊന്ന്, ഇല്ലെങ്കിൽ മറ്റൊന്ന്. അനദർ. അപ്പോ ഇവിടെ അനദർ എന്നുള്ള വാക്കില് എന്റെ സൗണ്ട് എന്താ? ആ സൗണ്ട്. അനദർ അല്ലേ? അനദർ. അനദർ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്ക്, അനദർ എന്ന് പറഞ്ഞാല് മറ്റൊന്ന്. അപ്പൊ ആ സൗണ്ട് ഉള്ള ഒരു വാക്ക് നമ്മൾ പഠിച്ചു. ഏതാ? അനദർ. നോക്ക്, രണ്ടാമത്തെ വാക്ക് ARRANGE. അറേഞ്ച്. അറേഞ്ച്. നമ്മൾ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറയില്ലേ? അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക. അതിന്റെ സ്പെല്ലിങ് ARRANGE. അറേഞ്ച്. എന്റെ സൗണ്ട് എന്താ? ഇവിടെ എന്റെ സൗണ്ട് എന്താ? ആ സൗണ്ട്. അറേഞ്ച്. 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 2 വാക്ക് പഠിച്ചു. ഒന്നാമത്തത് അനദർ, രണ്ടാമത്തത് അറേഞ്ച്. നോക്ക്, മൂന്നാമത്തത് AT. അറ്റ്. 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 എന്താ വായിക്കുന്നത്? ആ. എന്റെ സൗണ്ട് ആ സൗണ്ട്. അറ്റ്. അറ്റ്. AT. കഴിഞ്ഞിട്ട് ടി അല്ല. എന്റെ സൗണ്ട് ആ, ടീന്റെ അറ്റ്. അറ്റ്. എങ്ങനെ വായിക്കുന്നത് മനസ്സിലായോ? അറ്റ്. അറ്റ് എന്ന് പറഞ്ഞാല് അരികിൽ, നേരെ, സമീപത്ത് എന്നൊക്കെ പറയുന്നതാണ് അറ്റ്. ഒരു സമയത്തെ കാണിക്കാൻ, സ്ഥലത്തെ കാണിക്കാനൊക്കെയാണ് അറ്റ് ഉപയോഗിക്കുന്നത്. അറ്റ്. അറ്റ് പുൽപ്പള്ളി, അറ്റ് ബത്തേരി, അറ്റ് അരികിൽ, ഇല്ലേ അവിടെ, സമീപത്ത്, നേരെ എന്നൊക്കെ കാണിക്കാനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. 3 വാക്കുകൾ പഠിച്ചു. അതൊക്കെയാ? ഒന്ന് ആ സൗണ്ട് ഉള്ളത് അനദർ, അനദറിന്റെ വേറൊന്ന് അല്ലെ? മറ്റൊന്ന്. അറേഞ്ച്. അറേഞ്ച് എന്ന് പറഞ്ഞാല് ക്രമീകരിക്കുക. അറ്റ് അരികിൽ, നേരെ, സമീപത്ത് എന്നൊക്കെ കാണിക്കാം. അറ്റ്. നോക്ക്, അടുത്തത് അറ്റ് വൺസ്. അറ്റ് വൺസ്. അറ്റ്. ഇവിടെ നോക്ക്, അറ്റ് വൺസ്. അറ്റ് വൺസ്. അറ്റ് വൺസ് എന്ന് പറഞ്ഞാല് ഉടൻ, പെട്ടെന്ന്. അറ്റ് വൺസ്, പെട്ടെന്ന് ചെയ്യാം. ഉടൻ. അറ്റ് വൺസ്. അറ്റ് വൺസ്. നോക്ക്, എന്റെ സൗണ്ട് എന്താ ഇവിടെയും? ആ സൗണ്ട്. അറ്റ് വൺസ്. നോക്ക്, അടുത്തത് ATLAS. അറ്റ്ലസ്. അറ്റ്ലസ്. ആ. എന്റെ സൗണ്ട് എന്താ ഇവിടെയും? AT. അറ്റ്. LAS. ലസ്. അറ്റ്ലസ്. അറ്റ്ലസ്. AT. അറ്റ്. LAS. ലസ്. അറ്റ്ലസ്. അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂപടം അല്ലെ? അറ്റ്ലസ് എന്ന് പറഞ്ഞാല് ഭൂപടം. അറ്റ്ലസ് നമ്മൾ പഠിച്ചില്ലേ? ഇനി നോക്കിയോ, അടുത്ത വാക്ക്
ATTACK AT അറ്റ് നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ TACK അറ്റാക്ക് 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 എന്ന് പറഞ്ഞാൽ ആക്രമണം അല്ലെ? ആക്രമിക്കുക, ആക്രമണം അല്ലെങ്കിൽ ആക്രമിക്കുക എന്നൊക്കെയാണ് അറ്റാക്കിന്റെ മീനിങ്. അറ്റാക്ക് ഏതിന്റെ സൗണ്ട് ഇവിടെ എന്താണ്? ആ സൗണ്ട്. ഏതിന്റെ ഒരു സൗണ്ടിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഏതിന്റെ ഏത് സൗണ്ടാ? ആ സൗണ്ട്. അറ്റാക്ക് 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 അല്ലേ? പഠിച്ചോ? ആ വാക്ക് പഠിച്ചോ? നമുക്ക് അടുത്ത വാക്ക് എ അല്ലല്ലോ ഡബ്ല്യു. എ എല്ലാകുമ്പോ അൽ, പിന്നെ എല്ലും കൂടി ആകുമ്പോ അൽ. OW ഓ അലൗ അലൗ എന്താ വായിക്കുന്നത്? അലൗ 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 എന്ന് പറഞ്ഞാല് അനുവദിക്കുക, അനുവദിക്കുക കേട്ടോ. അലൗ എന്ന് വെച്ചാല് അനുവദിക്കുക. എല്ലോ ഡബ്ല്യു അലൗ അനുവദിക്കുക. എന്റെ സൗണ്ട് എന്താ? ആ സൗണ്ട്. അടുത്ത വാക്ക് നോക്ക്. ADMIT AD അഡ് MIT മിറ്റ് അല്ലേ? AD ഏതിന്റെ സൗണ്ട് ആയല്ലേ? AD അഡ് MIT മിറ്റ് അഡ്മിറ്റ് 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 എന്ന് പറഞ്ഞാല് പ്രവേശിപ്പിക്കുക. ഓക്കെ, ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം പറയില്ലേ? അഡ്മിറ്റ്. ADMIT അഡ്മിറ്റ് പ്രവേശിപ്പിക്കുക. നമുക്ക് അടുത്ത വാക്ക് ADVICE AD അഡ് VICE വൈസ് അഡ്വൈസ് അഡ്വൈസ് അഡ്വൈസ്. എന്താ? അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മാഷ്മാരൊക്കെ നിങ്ങൾ അഡ്വൈസ് ചെയ്യാറില്ലേ? അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഉപദേശിക്കുക അല്ലെങ്കിൽ ഉപദേശം. ഉപദേശം അല്ലെ? അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഉപദേശം. ഏതാ നോക്ക്? ADVICE അഡ്വൈസ് അഡ്വൈസ്. ഓക്കെ, അടുത്ത വാക്ക് നോക്ക്. ACCEPT 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 accept. അവിടെ ഏത് സൗണ്ട് എന്താ? ആ സൗണ്ട് ആണ്. അക്സെപ്റ്റ്. അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് സ്വീകരിക്കുക, സ്വീകരിക്കുക. എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കില്ലേ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കില്ലേ? അതിനൊക്കെ അക്സെപ്റ്റ് എന്നാണ് പറയുന്നത്. ACCEPT അക്സെപ്റ്റ് എന്ന് പറഞ്ഞാല് സ്വീകരിക്കുക, അക്സെപ്റ്റ്. നോക്ക് അടുത്തത് ACCOUNT അക്കൗണ്ട്. അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് വരവ് ചെലവൊക്കെ കണക്ക് എഴുതുന്നതിനാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. വരവ് ചെലവ് കണക്ക് അല്ലെ? അക്കൗണ്ട് എന്താ വായിക്കുന്നത്? ഏതിന്റെ സൗണ്ട് ഇവിടെ എന്താ? അക്കൗണ്ട് അക്കൗണ്ട്. അടുത്ത നോക്ക്. AS എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് അല്ലെങ്കിൽ അത്രയും. അസ് എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് അല്ലെങ്കിൽ അത്രയും എന്ന് പറയുന്നതിനാണ് അസ്. അസ് മച്ച് അസ് അസ് എന്താ വായിക്കുന്നത്? ഏതിന്റെ സൗണ്ട്? ആ ഏതിന്റെ ആ സൗണ്ട് വെച്ചിട്ട് കുറച്ച് വാക്ക് നോക്കിയോ. ഒന്നാമത്തത് അനദർ, രണ്ടാമത്തത് അറേഞ്ച്, മൂന്നാമത്തത് അറ്റ്, നാലാമത്തത് അറ്റ് വൺസ് അറ്റ് വൺസ്, അടുത്തത് അറ്റ്ലസ്, അടുത്തത് അറ്റാക്ക്, അടുത്തത് അലൗ, അടുത്തത് അഡ്മിറ്റ്, അഡ്വൈസ്, അക്സെപ്റ്റ്, അക്കൗണ്ട്, ആസ്. അനദർ എന്ന് പറഞ്ഞാൽ വേറൊന്ന്, മറ്റൊന്ന്. അറേഞ്ച് ക്രമീകരിക്കുക, അറേഞ്ച് ചെയ്യുക. അറ്റ് എന്ന് പറഞ്ഞാല് അരികിൽ, നേരെ, സമീപത്ത്. അറ്റ് വൺസ് ഉടൻ. അറ്റ്ലസ് ഭൂപടം. അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക. അലൗ അലൗ അനുവദിക്കുക, അനുവദിക്കുക അല്ലെ സമ്മതിക്കുക. അഡ്മിറ്റ് പ്രവേശിപ്പിക്കുക അല്ലെ? അഡ്വൈസ് അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഉപദേശം അല്ലെങ്കിൽ ഉപദേശിക്കുക. അക്സെപ്റ്റ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞാല് സ്വീകരിക്കുക. ഇതെന്താ? അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാല് വരവ് ചെലവ് കണക്ക്. അസ് അസ് എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് അല്ലെങ്കിൽ അത്രയും. ഇതാണ് ഏതിന്റെ ആ സൗണ്ട്. ഏക്ക് അപ്പൊ ഏതിന്റെ ഒന്നാമത്തെ സൗണ്ട് ആണ് ആ സൗണ്ട്. ഓക്കെ, രണ്ടാമത്തെ സൗണ്ട് നമ്മൾ പറഞ്ഞു. ഏക്ക് രണ്ടാമത്തെ ഒരു സൗണ്ട് ഉണ്ട്. ആ എന്താ? ഏ എഴുതി കഴിഞ്ഞാല് ആ എന്ന് പറയാം, ചിലപ്പോ ആന്നായിരിക്കും. അങ്ങനെയുള്ള വാക്കുകളൊന്നും നോക്കിയോ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? AN ആൻ. ആൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഒരു അല്ലെ? നമ്മള് എ എന്ന് പറഞ്ഞാൽ ഏക്ക് ഒരു മീനിങ് ഉണ്ട്, എ എന്ന് പറഞ്ഞാലും ഒരു എന്നാണ്. ചില സമയത്ത് നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥവും ഒരു എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ വായിക്കുന്നത്? ഏതിന്റെ സൗണ്ട് എന്താ? ആ സൗണ്ട്, ആൻ അല്ലെ? നോക്കിയോ, ആന്റെ കൂട്ടത്തിൽ ഡി കൂടെ ഇട്ടപ്പോ ആൻഡ് ആൻഡ് ആൻഡ്. അതും ഇതും, അതും രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ആൻഡ് ഉപയോഗിക്കുന്നത്. ബോയ് ആൻഡ് ഗേൾ, ബോയിയും ഗേളും. ഫാദർ ആൻഡ് മദർ, അച്ഛനും അമ്മയും. ആൻഡ് എന്താ വായിക്കുന്നത്? ആൻഡ്. അപ്പൊ ആന്റെ അർത്ഥം മനസ്സിലായില്ലേ? ആൻ എന്ന് പറഞ്ഞാൽ ഒരു, ആൻഡ് എന്ന് പറഞ്ഞാല് രണ്ട് കൂട്ടി പറയാൻ. അടുത്തത് AM ആ. ഏന്റെ സൗണ്ട് എന്താ? ആ ആം ആം. ആം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഐ ആം സനിൽ, ഞാൻ സനിൽ ആകുന്നു. ആകുന്നു എന്താ? ആമിന്റെ അർത്ഥം
ആകുന്നു ആകുന്നു എന്തെന്നാ ഐ ആം സണ്ണിങ് ആം ഐ ആം എന്ന് പറഞ്ഞാല് ആകുന്നു. അടുത്ത് നോക്കിയോ ARE അതിന്റെ സൗണ്ട് ആ സൗണ്ടാണ് ARE ആർ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആമിന്റെ അതേ അർത്ഥമാണ് എന്തെന്നാ ആകുന്നു. They are students അവർ കുട്ടികളാകുന്നു അവർ കുട്ടികളാകുന്നു. They are students they are teachers അവര് ടീച്ചേഴ്സ് ആകുന്നു. They are doctors അവര് ഡോക്ടേഴ്സ് ആകുന്നു. ആകുന്നു ആകുന്നു എന്ന് കാണിക്കാൻ ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ആർ ഉപയോഗിക്കുന്നത്. ഓക്കെ ആർ ആകുന്നു. അപ്പൊ ആം എന്ന് പറഞ്ഞാൽ ആകുന്നു ആർ എന്ന് പറഞ്ഞാലും ആകുന്നു. അടുത്ത വാക്ക് നോക്ക് ANSWER ആൻസർ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ നിങ്ങൾക്ക് അറിയാം. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാം. ആൻസർ എന്ന് പറഞ്ഞാല് ഉത്തരം അല്ലെങ്കിൽ ഉത്തരം പറയുക. ആൻസർ ആൻസർ. അടുത്ത് നോക്ക് ARM എന്താ? ആം എന്ന് പറഞ്ഞാല് കൈ അല്ലെങ്കിൽ ആയുധം. അങ്ങനെ രണ്ട് അർത്ഥങ്ങളുണ്ട്. ആം എന്ന് പറഞ്ഞാല് കൈ. ഓക്കെ അടുത്ത് അതേപോലെ തന്നെ ARMY ആമി ആമി എന്ന് പറഞ്ഞാല് സൈന്യം സൈന്യം. അവിടെയൊക്കെ അതിന്റെ സൗണ്ട് എന്താണ്? ആ സൗണ്ടാണ്. അതിന്റെ സൗണ്ട് ആ സൗണ്ടാണ്. അടുത്ത് നോക്ക് AROW ആരോ 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 എന്ന് പറഞ്ഞാല് അമ്പ്. ഓക്കെ ആരോ അമ്പ്. നമുക്ക് അടുത്തത് ART ആർട്ട് 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 എന്ന് പറഞ്ഞാല് കല. ART അതിന്റെ സൗണ്ട് ആ സൗണ്ടാണ് ആർട്ട് ആർട്ട്. ഓക്കെ അടുത്തത് ASS അതിന്റെ സൗണ്ട് ആ സൗണ്ട് ആസ് ആസ്. രണ്ട് സായുള്ളതുകൊണ്ട് രണ്ട് എസ് ഉള്ളതുകൊണ്ട് ഇസ് ആസ് ആസ് എന്ന് പറഞ്ഞാൽ എന്താ? കഴുത അല്ലേ കഴുത. അടുത്തത് നോക്ക് ASH അതിന്റെ സൗണ്ട് ആ സൗണ്ടാണ് ആ. SH എന്ന് എഴുതിയാ എപ്പോഴും എന്താ? ഇവിടെ ASH ആണ്ട് ആഷ് ആഷ് എന്ന് പറഞ്ഞാൽ എന്താ? ചാരം അല്ലെ ആഷ് എന്ന് പറഞ്ഞാൽ ചാരം. അടുത്ത് നോക്ക് ASK അതിന്റെ സൗണ്ട് ആ സൗണ്ടാണ് ASK ആസ്ക് ആസ്ക്. എന്താ വായിക്കുന്നത്? ആസ്ക് ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കുക. ആസ്ക് എന്ന് പറഞ്ഞാല് ചോദിക്കുക ആസ്ക്. അടുത്ത് നോക്ക് ALL ആൾ 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 പറഞ്ഞാൽ എന്താ? അല്ല ആൾ എല്ലാം അല്ലേ. അടുത്ത് നോക്ക് ADD ആഡ് ആഡ് അതിന്റെ സൗണ്ട് ആയാണ്. DD എന്ന് പറഞ്ഞാൽ ആഡ് 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 എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യുക ചേർക്കുക കൂട്ടിച്ചേർക്കുക ആഡ്. അടുത്ത് നോക്ക് AFTER ആഫ്റ്റർ 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 എന്ന് പറഞ്ഞാൽ എന്താ? ശേഷം ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ആഫ്റ്റർ ആഫ്റ്ററിന്റെ മീനിങ് ശേഷം. എങ്ങനെ വായിക്കുന്നത് നോക്ക് AFTER ആഫ്റ്റർ ആഫ്റ്റർ എന്ന് പറഞ്ഞാല് ശേഷം. അടുത്ത് നോക്ക് ACT അതിന്റെ സൗണ്ട് ആ CT ആക്ട്. എന്താണ് വായിക്കുന്നത്? ആക്ട് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക അല്ലെ അഭിനയിക്കുക. അടുത്ത അതേ അതുമായിട്ട് കണക്ഷൻ ഉള്ള വാക്കാണ്. നമുക്ക് ACTION ION എന്ന് പറഞ്ഞാൽ ACTION എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞാല് അഭിനയം അഭിനയം എന്താ? ആക്ഷൻ. അതിന്റെ സൗണ്ട് ഇവിടെ എന്താ? ആ സൗണ്ടാണ്. അടുത്ത വാക്ക് നോക്ക് ACT ഓവർ. ആ ACT നമ്മൾ എന്താന്ന് പറഞ്ഞു? ആക്ട്. OR ആകുമ്പോ ആക്ടർ. എന്താ വായിക്കുന്നത്? ACT ഓവർ ആക്ടർ 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 എന്ന് പറഞ്ഞാല് അഭിനേതാവ് അല്ലെങ്കിൽ നടൻ അല്ലേ. നോക്ക് ACTUAL ആക്ട്. ACT ആക്ട് ആണ്. UAL അൽ ആക്ച്വൽ ആക്ച്വൽ എന്താ? ആക്ച്വൽ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ശരിയായ അല്ലെങ്കിൽ യഥാർത്ഥമായ. ആക്ച്വൽ എന്ന് പറഞ്ഞാല് ശരിയായ അല്ലെങ്കിൽ യഥാർത്ഥമായ. അടുത്ത വാക്ക് നോക്ക് ACID അതിന്റെ സൗണ്ട് ഇവിടെ ആ സൗണ്ടാണ്. ആസിഡ് ആസിഡ് നമ്മൾ അറിയാം. ആസിഡ് എന്ന് പറഞ്ഞാല് അമ്ലം അല്ലെ. സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ ഇങ്ങനെയുള്ള ആസിഡ് 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 എന്താണ് വായിക്കുന്നത്? ആസിഡ്. നമുക്ക് ACCIDENT ACCIACDENT ഡെന്റ് ആക്സിഡന്റ്. ആക്സിഡന്റ് നമുക്കറിയാം അപകടം അല്ലെ അപായം അല്ലെ ആക്സിഡന്റ്. അപ്പൊ ആ എന്നുള്ള ഏന്റെ ആ സൗണ്ടിൽ കുറച്ച് വാക്കുകൾ നോക്കിയോ ഒന്ന് വായിക്കേ. ആൻഡ് ആം ആർ ആൻസർ ആം ആമി ആരോ ആർട്ട് ആസ് ആഷ് ആസ്ക് ഓൾ ആഡ് ആഫ്റ്റർ ആക്ഷൻ ആക്ഷൻ ആക്ടർ ആക്ച്വൽ ആക്സിഡന്റ് ആക്സിഡന്റ്.
നോക്കിയോ ആൻ എന്ന് പറഞ്ഞാല് ഒരു എയും ആനും ഒരു എന്നാണ് അർത്ഥം. ആൻഡ് എന്ന് പറഞ്ഞാല് അല്ലെ. ആം എന്ന് പറഞ്ഞാല് അയാം അല്ലെ, ആകുന്നു, ഞാൻ ആകുന്നു, അയാം ആം. ആർന്ന് പറഞ്ഞാലും ദയാ, അവര് ആകുന്നു. ആർന്ന് പറഞ്ഞാലും ആകുന്നു. ആൻസർ ഉത്തരം. ആം ആം എന്ന് പറഞ്ഞാല് കൈ അല്ലെ, ആമി. ആമി എന്ന് പറഞ്ഞാല് സൈന്യം. ആരോ അമ്പ്. ആട്ട് കല. ആസ് കഴുത. ആസ് എന്ന് പറഞ്ഞാൽ കഴുത. ആസ് ആസ്. ആഷ് ആഷ് എന്ന് പറഞ്ഞാല് ചാരം. ആസ്ക് ചോദിക്കുക. ആൾ എല്ലാം. ആഡ് ചേർക്കുക. ആക്ടർ ശേഷം. ആക്ട് അഭിനയിക്കുക. ആക്ഷൻ അഭിനയം. ആക്ടർ നടൻ. ആക്ച്വൽ യഥാർത്ഥമായ. ആസിഡ് അമ്പ അല്ലെ, ആക്സിഡന്റ് അപകടം അല്ലെ. ഇതെല്ലാം എയുടെ അടുത്തൊരു സൗണ്ടാണ്. എന്താ ഏത് സൗണ്ട്? രണ്ടാമത്തെ സൗണ്ട് ആ എന്നുള്ള സൗണ്ട്. നോക്ക്, എക്ക് മൂന്നാമതൊരു സൗണ്ട് കൂടെ ഉണ്ട്. എ എന്നാ എഴുതി കഴിഞ്ഞാല് മൂന്നാമതൊരു സൗണ്ട് കൂടെ ഉണ്ട്. മൂന്നാമത്തെ സൗണ്ട് എന്താന്ന് നോക്കിയോ? ഏതാ? എ അല്ലേ. നോക്ക്, ഇതെന്താ വായിക്കുന്നത്? എ എൻ വൈ. എനി. അനി എന്നല്ല, ആനി എന്നല്ല, എനി. എനി എന്ന് പറഞ്ഞാൽ എന്താ? എനി, ഏതെങ്കിലും. എനി എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് ഏതെങ്കിലും. നോക്ക്, എ ആർ എ ഏരിയ. ഏരിയ ഏരിയ എന്ന് പറഞ്ഞാല് പ്രദേശം എന്നാണ് എന്റെ അർത്ഥം. ആ ഏരിയ നിങ്ങൾക്ക് അറിയില്ലേ? ഏരിയ എന്ന് പറഞ്ഞാല് പ്രദേശം അല്ലെങ്കിൽ സ്ഥലം. എ എൻ വൈ ഏരിയ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഏരിയ, പ്രദേശം. ഓക്കെ, അടുത്തത് എറൈസ്. എറൈസ്. എറൈസ് എറൈസ് എന്ന് പറഞ്ഞാൽ ഉയരുക, ഉദിക്കുക. എറൈസ്. എറൈസിന്റെ മീനിങ് ഉയരുക. അടുത്ത വാക്ക് നോക്കുക. ARROUND. എന്റെ സൗണ്ട് എ. RROUND. എറൗണ്ട്. എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും. എറൗണ്ട് എന്ന് പറഞ്ഞാല് ചുറ്റും. എറൗണ്ട്. ഓക്കെ, അടുത്ത വാക്ക് ATE. സൗണ്ട് എ സൗണ്ട് ആണ്. ATE. എയ്റ്റ്. എയ്റ്റ്. ഈറ്റ് എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലാണ് എയ്റ്റ് ആകുന്നത്. എയ്റ്റ് എന്ന് പറഞ്ഞാല് തിന്നു. എന്താണ് അതിന്റെ അർത്ഥം? എയ്റ്റ് എന്ന് പറഞ്ഞാല് തിന്നു. വായിക്കുന്നത് എങ്ങനെയാ? ATE. എയ്റ്റ്. എയ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നു ഇല്ലെ, കഴിച്ചു. നോക്ക്, അടുത്തത് AGE. ഏത് സൗണ്ട്? എ സൗണ്ട് ആണ്. AGE എന്ന് പറഞ്ഞാല് ഏജ്. ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രായം. ഏജ്. നോക്ക്, അടുത്ത വാക്ക് AGO. എ സൗണ്ട്. എഗോ. എഗോ. ജിയോ ഗോയാണ്. അതിന് മുമ്പിൽ ഏ വന്നാല് എഗോ. എഗോ എന്ന് പറഞ്ഞാല് മുമ്പ്. എഗോ. അടുത്ത നോക്ക് AIM. ഏത് സൗണ്ട്? എ സൗണ്ട് ആണ്. AIM. എയിം. എയിം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. എന്തെന്നാ? ലക്ഷ്യം. അടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. AIR. എയർ. എയർ. എയർ എന്ന് പറഞ്ഞാല് വായു അല്ലെ. എയർ എന്ന് പറഞ്ഞാല് വായു. അടുത്ത നോക്ക് AGAIN. GAN ഗെയിൻ ആണ്. എഴുതുമ്പോ എഗെയിൻ. 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 എഗെയിൻ എന്ന് പറഞ്ഞാല് വീണ്ടും. വീണ്ടും. എഗെയിൻ എന്ന് പറഞ്ഞാല് വീണ്ടും. അടുത്ത് നോക്ക് ACHE. എയ്ക്ക്. ഹെഡേക്ക്. സ്റ്റൊമക്ക് ഏക്ക്. ഏക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വേദന. എയ്ക്ക്. ACHE. എയ്ക്ക് എന്ന് പറഞ്ഞാല് വേദന. അടുത്ത് നോക്ക് അക്രോസ്. ബ്രിഡ്ജ് ഒക്കെ റിവറിന് അക്രോസ് ആയിട്ട് പണിയില്ലേ? അക്രോസ് എതിരെ അല്ലെ, കുറുകെ. അക്രോസ്. ACROSS. അക്രോസ്. ഏതിന്റെ സൗണ്ട് കണ്ടോ? മൂന്നാമത്തെ സൗണ്ട് എ സൗണ്ട് ആണ്. നോക്ക്, ഏതൊക്കെയാ വാക്കുകൾ? എനി. ഏരിയ. നോക്ക്, എ എനി ഏരിയ. റൈസ്. അറൗണ്ട്. എയ്റ്റ്. ഏജ്. എഗോ. എയിം. എയർ. എഗെയിൻ. എയ്ക്ക്. അക്രോസ്. ഈ വാക്കുകളുടെ മീനിങ്ങുകൾ ഓർത്ത് വെക്കും. എനി. എനി എന്ന് പറഞ്ഞാല് ഏതെങ്കിലും. ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാല് പ്രദേശം. റൈസ് ഉയരുക, ഉദിക്കുക. റൈസ്. അറൗണ്ട്. അറൗണ്ട് എന്ന് പറഞ്ഞാല് ചുറ്റും. എയ്റ്റ് തിന്നു. തിന്നു. എയ്റ്റ് എന്ന് പറഞ്ഞാല് ഈറ്റ് എന്ന പ്രവൃത്തി കഴിഞ്ഞു. എയ്റ്റ് തിന്നു അല്ലെ. ഏജ്. ഏജ് എന്ന് പറഞ്ഞാല് പ്രായം. എഗോ മുമ്പ്. എയിം ലക്ഷ്യം. എയർ വായു. അഗെയിൻ വീണ്ടും. എയ്ക്ക് വേദന. അക്രോസ് എതിരെ അല്ലെ. അപ്പൊ എയുടെ സൗണ്ടുകൾ നിങ്ങൾ മറക്കല്ലേ. പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇതാണ്. എ എന്ന അക്ഷരത്തിന് നമ്മൾ 3 സൗണ്ടുകൾ പറഞ്ഞു. ഒന്നാമത്തത് ആ സൗണ്ട്, രണ്ടാമത് ആ സൗണ്ട്, മൂന്നാമത് എ സൗണ്ട്. ആ സൗണ്ടിലുള്ള ഒന്നുകൂടെ നോക്കിക്കോ. ഏതൊക്കെയാ വാക്കുകള്? അനദർ. ANOTHER. അനദർ. അറേഞ്ച്. അറ്റ്. കണ്ടോ? ആ നല്ല വരുന്നേ. അറ്റ്. അറ്റ് വൺസ്. അറ്റ്ലസ്. അറ്റാക്ക്. അലൗ. അഡ്മിറ്റ്. അഡ്വൈസ്. അക്സെപ്റ്റ്. അക്കൗണ്ട്. അസ്.
നീ ആ സൗണ്ടിലുള്ള നോക്കിയോ. ആൻഡ് and ആം ആർ ആൻസർ ആം ആമി ആരോ ആർട്ട് ആസ് ആഷ് ആസ്ക് ഓൾ ആഡ് ആഫ്റ്റർ ആക്ട് ആക്ഷൻ ആക്ടർ ആക്ച്വൽ ആസിഡ് ആക്സിഡന്റ് ഇതെല്ലാം ആ സൗണ്ടാണ്. ഇനി അടുത്ത ഏ സൗണ്ടിൽ നോക്കാം. എനി ഏരിയ എറൈസ് അറൗണ്ട് ഗേറ്റ് ഏജ് എഗോ എയിം എയർ എഗെയിൻ എയ്റ്റ് എക്രോസ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പോ ഏത് സൗണ്ടുകൾ ഏതൊക്കെയായിരുന്നു? ആ സൗണ്ടും ആ സൗണ്ടും ഏ സൗണ്ടും. അടുത്തത് ഹിന്ദിന്റെ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. പോരെ?